വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ യഥാർത്ഥ പ്രയോജനവും ശേഷിയും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്ന് വിഴിഞ്ഞത്തുനിന്ന് ആദ്യമായി ചരക്ക് കയറ്റുമതി നടത്തുന്ന നിലമേൽ എക്സ്പോർട്സിന്റെ സിഇഒ സുരേഷ് മാത്യു. വിഴിഞ്ഞത്ത് നിന്ന് വെറും 28 ദിവസം കൊണ്ട് സ്പെയിനിലെ വലൻസിയയിലേക്ക് കണ്ടെയ്നർ എത്തുമ്പോൾ കൊച്ചി വഴിയോ തൂത്തുക്കുടി വഴിയോ ഇതേ സാധനം അയക്കാൻ നിലവിൽ 60 ദിവസം വരെ എടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. മുമ്പ് കൊച്ചി വഴി ചരക്ക് അയക്കണമെങ്കിൽ കണ്ടെയ്നർ എത്തിക്കാൻ മാത്രം ട്രെയിലർ വാടകയായി 40,000 രൂപയോളം ചെലവാകുമായിരുന്നു. അവിടെ 4-5 ദിവസം കാത്തുകിടക്കണം. കൊച്ചിയിൽ മദർ വെസലുകൾ വരാത്തതിനാൽ ഫീഡർ വെസലിൽ കയറ്റി കൊളംബോയിലേക്കോ ദുബായിലേക്കോ കൊണ്ടുപോയി ഇറക്കി വയ്ക്കും. അവിടെ 10 ദിവസത്തോളം വീണ്ടും കാത്തുകിടന്ന ശേഷമാണ് മറ്റൊരു മദർ വെസലിലേക്ക് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പെയിനിലെ വലൻസിയയിലെത്താൻ 50 ദിവസം മുതൽ 60 ദിവസം വരെ എടുക്കുമായിരുന്നു. എന്നാൽ വിഴിഞ്ഞത്തെത്തിയ MSC മേരി ലെസ്ലി എന്ന മദർ വെസൽ നേരെ സ്പെയിനിലെ ലാസ് പാമാസ് തുറമുഖത്തേക്കാണ് പോകുന്നതെന്ന വലിയ നേട്ടവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 5 വർഷത്തിനകം തിരുവനന്തപുരത്ത് 50-ലേറെ ശീതീകരിച്ച ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാവായിക്കുളം വരെ നീളുന്ന ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തും വമ്പൻ വ്യവസായ ആവാസ വ്യവസ്ഥ തന്നെ രൂപപ്പെടും. കണ്ടെയ്നർ സർവെയിലിംഗ് ഏജൻസികൾ, ക്ലിയറിംഗ് ഫോർവേഡിംഗ് ഏജൻസികൾ, ഫ്രൈറ്റ് സ്റ്റേഷൻ, ലോജിസ്റ്റിക്സ് പാർക്ക് തുടങ്ങി വലിയൊരു വികസന വഴിയാണ് തലസ്ഥാനത്ത് തുറക്കപ്പെടുന്നത്. വിഴിഞ്ഞത്തുനിന്ന് ആദ്യമായി കയറ്റുമതി ചെയ്ത കണ്ടെയ്നറിൽ ഏത്തയ്ക്ക ചിപ്സ് മിക്സ്ചർ, കപ്പ ചിപ്സ്, പുട്ടുപൊടി, ചക്ക ചിപ്സ്, മറയൂർ ശർക്കര, എള്ളുണ്ട എന്നിവയാണുള്ളത്. എന്നാൽ അടുത്ത ഘട്ടത്തിൽ 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന കേരള സദ്യ, മസാലദോശ, അവിയൽ, കറികൾ, ഇഡലി, സാമ്പാർ എന്നിവ -40 ഡിഗ്രിയിൽ ശീതീകരിച്ച് അയക്കും. 40 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനമാണ് നിലമേൽ എക്സ്പോർട്സ്. വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് കയറ്റുമതി ചെയ്യുന്ന ആദ്യ കണ്ടെയ്നറുകളിൽ ഇഡലിയും സാമ്പാറും ഇലയടയും പഴംപൊരിയും വരെയുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആദ്യ എക്സിം കണ്ടെയ്നറുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തതൊക്കെ വലിയ ചർച്ചയായി മാറിയതാണ്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിൽ യാതൊരു അതിശയോക്തിയുമില്ല എന്നാണ് നിലമേൽ എക്സ്പോർട്സ് ഉടമയും ഇത്തരത്തിൽ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൂടി ലോക വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയണം. പരമ്പരാഗത വ്യവസായങ്ങളായ കശുവണ്ടി, കയർ, കൈത്തറി, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് ഒരു തടസ്സവും കൂടാതെ ലോകരാജ്യങ്ങളിൽ എത്തിക്കണം. ഇന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ആദ്യ കയറ്റുമതിയിൽ നിലമേൽ, ആസ്പിൻ വാൾ എന്നീ സ്ഥാപനങ്ങളുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ട് എന്നതാണ്. ഇഡലിയും സാമ്പാറും ഇലയടയും പഴംപൊരിയും ഒക്കെ ഇതിലുണ്ട്. കേരളത്തിൽ ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ അനുബന്ധ നടപടികളും സമയബന്ധിതമായി സർക്കാർ പൂർത്തിയാക്കും, VD സതീശൻ പറഞ്ഞു.